ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. നാനിൻ്റെയും റൊട്ടീൻ്റെയും ചപ്പാത്തീൻ്റെയും പൊറോട്ടേൻ്റെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി. 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ പൊതുവെ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടാണല്ലോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക. ഇതൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പൊതുവെ എരിവില്ലാത്ത കറി ആയിരിക്കുമല്ലോ, എന്നാലും നമുക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവ് വേണമെന്നില്ലെങ്കിൽ മൊത്തത്തിലൊരു 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ കട്ടത്തൈര് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങനീരും കൂടെ ചേർക്കാം. 1/2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. ചിക്കൻ ഒന്ന് നമുക്ക് നല്ല ടെൻഡറായിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ വെക്കാം. സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചേർത്താൽ മതി. ഒന്ന് മെൽറ്റായി വന്നോട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. പകുതി വേണമെങ്കിൽ വറുത്തെടുക്കാം കേട്ടോ. ഒരുമിച്ചിടുകയാണെങ്കിൽ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അപ്പം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതായത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, മസാല കരിഞ്ഞു പോകാതെ. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവണ്ട കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുന്ന മാതിരി ആവണ്ട. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റാണ്, എന്നാൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതുകൊണ്ട് മസാല നന്നായിട്ട് വടിച്ചിട്ട് ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെച്ചോളൂ. എന്നിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ കുറച്ച് ബട്ടറും ചേർക്കുന്നുണ്ട്. മെൽറ്റായിട്ട് വരുമ്പം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട, ചെറുതാക്കിയിട്ട് അങ്ങ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴറ്റി കളർ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തിരിക്കുന്ന പാത്രം ആയതുകൊണ്ടാണ്. ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇനി ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഗരം മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണേ. ഞാനിപ്പം ഗരം മസാലയ്ക്ക് പകരമായിട്ട് കുറച്ച് സ്പൈസസ് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു പെരുംജീരകവും പിന്നെ ജീരകം ചേർക്കണം എന്ന് പറഞ്ഞല്ലോ, ജീരകത്തിൻ്റെ പൊടി. അതിന് പകരമായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ അത്രയും വേണ്ട, അതിൻ്റെ പകുതി മതി. പിന്നെ ഒരു ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും എടുത്തിട്ട് പൊടിച്ചിട്ടാണ് ഗരം മസാലയ്ക്ക് പകരമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗരം മസാലയാണ് ഇടുന്നതെങ്കിൽ ജീരകത്തിൻ്റെ പൊടി കുറച്ചിടണേ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് കറിക്ക് നല്ലൊരു കളറ് കിട്ടുക. പൊടി ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഈ തക്കാളിയാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ തക്കാളിൻ്റെ ആയിരിക്കുമല്ലോ മുന്നിലേക്ക് വരിക, തക്കാളിൻ്റെ ക്രീമിൻ്റെ ഒക്കെ. അപ്പോൾ തക്കാളി കൂടുതലായിട്ട് ചേർക്കാം. ഒരു 5 വലിയ തക്കാളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1/2 കിലോ തക്കാളി ഉണ്ടാവുമേ. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കശുവണ്ടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട് 22 എണ്ണം ഉണ്ട് കേട്ടോ, ഒരു 30 ഗ്രാം ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കറി നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറിക്ക് ചെറിയൊരു മധുരം വേണേ, അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ തക്കാളി നമുക്ക് വേവിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകത്തിനാക്കി എടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഉപ്പ് നോക്കിക്കോട്ടോ, പാകത്തിന് ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5-10 മിനിറ്റ് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാനാണുള്ളത്. അതുകൊണ്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. തണുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് അരച്ചെടുക്കാം.
കൂടുതലുള്ളതുകൊണ്ട് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണേ. അപ്പോൾ അരച്ചത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തരിയില്ലാത്ത കറി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിപ്പേ കൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു അരച്ചെടുത്തിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ജാറിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. അരക്കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. അരപ്പൊക്കെ ഒന്നും കൂടെ ഇളക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളപ്പിക്കണമല്ലോ, ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. നമ്മൾ വെറുതെ എടുത്ത് പൊടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൊടിയൂല കേട്ടോ. ഒന്ന് പാനിലിട്ട് വേറൊരു ചെറിയ പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് തണുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകുവേ. പിന്നെ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ 1 ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉണ്ടാകും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ബാലൻസ് ചെയ്യണേ. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ക്യൂബ് ബട്ടറും കൂടെ വെക്കുന്നുണ്ട്. ഇത് നാൻ്റെ റൊട്ടീൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പിന്നെ പൊറോട്ടേൻ്റെയും ചപ്പാത്തീൻ്റെയും വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ നമ്മുടെ സാധാരണ ചിക്കൻ കറി പോലെ അല്ലാതെ ബട്ടർ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.